അമേഠിയും റായ്ബറേലിയും പോലെ വയനാടും ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമാക്കുന്നു എന്നതാണ് വിമർശനം. കോൺഗ്രസിന്റെ കമ്പനി എന്നാണ് ഇന്ന് BJPയുടെ വക്താവ് ഉന്നയിച്ചത്. വയനാടും ഗാന്ധി കുടുംബവും തമ്മിൽ എന്താണ് പരിശോധിക്കാം. 2004, 2009, 2014 വർഷങ്ങളിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അമേഠിയെ പ്രതിനിധീകരിച്ചു. 2004 66.18% വോട്ടാണ് രാഹുൽ ഗാന്ധി നേടുന്നത്. 2009 ആകുമ്പോഴേക്കും UPA 2 കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള ആദ്യ സാധ്യത തെളിയുമ്പോൾ 71.78% രാഹുൽ ഗാന്ധിയുടെ വോട്ട് ശതമാനം ഉയർന്നു. 2014 പക്ഷേ അമേഠിയിൽ രാഹുൽ ഗാന്ധി നേടിയത് 46.71% വോട്ട്. എന്നാൽ 2019 ആകുമ്പോഴേക്കും BJPയുടെ സ്മൃതി ഇറാനിയോട് തോൽവി ഏറ്റുവാങ്ങിയതോടെയാണ് മണ്ഡലം കോൺഗ്രസിൽ നിന്ന് തെന്നിമാറുന്നതും മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും തെന്നിമാറുന്നതും. ദക്ഷിണേന്ത്യയിൽ നിന്നും രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യമായിരുന്നു. കർണാടകയോ കേരളമോ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ആവശ്യം. വയനാട് മത്സരിക്കണമെന്ന് കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് രാഹുൽ എത്തുമെന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. ഇടതു പാർട്ടികൾക്ക് പക്ഷേ രാഹുൽ ഗാന്ധി എത്തുന്നതിൽ വലിയ നീരസമുണ്ടായിരുന്നു. എന്താണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിലൂടെ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്നതാണ് കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തിന്റെ നീരസം ശരത് പവാർ രാഹുലിനെയും സോണിയാഗാന്ധിയും അറിയിച്ചു. ഇതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്ന് വീണ്ടും വൈകി. ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സമ്മർദ്ദം മൂലം രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തി. കേരളമാകെ രാഹുൽ തരംഗം അലയടിച്ചു. ഒന്നൊഴികെ ബാക്കി എല്ലാ സീറ്റുകളും UDF സ്വന്തമാക്കി. 2019 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിച്ച് വയനാട് UDF തരംഗം കേരളം ഒന്നാകെ വ്യാപിപ്പിക്കുന്നു. 2024 അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തി. ഇന്ത്യ മുന്നണി പാർട്ടികളുടെ പോരാട്ടമാണ് പിന്നീട് കണ്ടത്. പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞു. 3,64,422 വോട്ടുകൾക്കായിരുന്നു ജയം. എന്നാൽ റായ്ബറേലിയും ജയിച്ചതോടെ രാഹുൽ വയനാട്ടിനെ കൈവിട്ടിരിക്കുന്നു. റായ്ബറേലിയിൽ തുടരാനാണ് തീരുമാനം. വയനാട്ടിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞാണ് രാഹുൽ ആ തീരുമാനം അറിയിച്ചത്. രാഹുലിന് പകരക്കാരനായി പ്രിയങ്ക എത്തുന്നു. പ്രിയങ്കയുടെ കന്നി മത്സരം. പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിലെത്തുമെന്ന് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായി മാറുകയാണ് അമേഠിക്കും റായ്ബറേലിക്കും ശേഷം വയനാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം രാഹുലിന് പക്ഷേ ഇത്തവണ നിലനിർത്താനായില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കണക്ക് നോക്കിയാൽ 2019 ഭൂരിപക്ഷം 4,31,770 വോട്ടുകളാണ്. റെക്കോർഡ് ഭൂരിപക്ഷം മണ്ഡലമുണ്ടായതിനു ശേഷം. 2024 ഭൂരിപക്ഷം 3,64,222 വോട്ടുകൾ. അതായത് 67,548 വോട്ടുകൾ കുറഞ്ഞു ഇരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ടാണ് റായ്ബറേലി രാഹുൽ തിരഞ്ഞെടുക്കുന്നത്? നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമാണ് റായ്ബറേലി. ആ റായ്ബറേലിയിൽ ഫിറോസ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന പാരമ്പര്യത്തിൽ ഗാന്ധി കുടുംബം അല്ലാതെ മത്സരിച്ച വേളകൾ അപൂർവം. ആ ഘട്ടങ്ങളിലും വിജയിച്ചു കയറി 3 വർഷങ്ങളിൽ ഒഴിച്ച്. അത് 1977, പിന്നീട് 1996, 98. ഈ 3 ഘട്ടങ്ങളിൽ ഒഴിച്ചാൽ കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല റായ്ബറേലി. ലക്ഷ്യം ഹിന്ദി ഹൃദയഭൂമിയിലെ ആധിപത്യം. ഇത്തവണ 43 സീറ്റുകളുമായി ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശ് പിടിക്കുകയും 29 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അഖിലേഷ് യാദവിന്റെ സാന്നിധ്യവും ഇരട്ടി ശക്തി നൽകും ഇന്ത്യ മുന്നണിക്ക്. UPയിൽ കോൺഗ്രസിന്റെ പുനരുജ്ജീവനം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2027 സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള മുന്നണി UPയിൽ അധികാരം പിടിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം വരാൻ പോകുന്ന 10 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. 2027 UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശക്തി കാട്ടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂട്ടുകെട്ട്, ആ ഇരട്ട കൂട്ടുകെട്ട് ഇതിനകം തന്നെ ഉത്തർപ്രദേശിൽ തരംഗമായി കഴിഞ്ഞു. മാത്രവുമല്ല, റായ്ബറേലി സുരക്ഷിതമായ മണ്ഡലമാണ്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള, കോൺഗ്രസിലെ പൂർവികർ പ്രതിനിധീകരിച്ച മണ്ഡലം. നമുക്കൊപ്പം അതിഥികളായി ദീപ്തി മേരി വർഗീസ് ചേരുന്നു. ഒപ്പം തന്നെ CPMൽ നിന്നും CK ശശീന്ദ്രൻ, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് TP സിന്ധുമോളും ചേരുന്നുണ്ട്. ആദ്യം ദീപ്തി മേരി വർഗീസിലേക്ക്. ദീപ്തി മേരി വർഗീസ്, വെരി ഗുഡ് ഈവനിങ്. ഏറെക്കാലമായി നമ്മൾ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തിട്ട്. ദീപ്തി മേരി വർഗീസ്, നേരിട്ടുള്ള ഒറ്റ ചോദ്യം ബിനോയ് വിശ്വം ചോദിച്ച ചോദ്യമാണ്. രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുന്നതോടെ സഖ്യകക്ഷികൾക്ക് എന്തു സന്ദേശമാണ് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും നൽകുന്നത്?
അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ യാതൊരു പ്രസക്തിയുമില്ലല്ലോ ശ്രീ അരുൺകുമാർ. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്നവർ തമ്മിൽ പല സംസ്ഥാനങ്ങളും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് മാറി മത്സരിക്കുക അല്ലെങ്കിൽ പരസ്പരം മത്സരിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ മത്സരിച്ചിട്ടുണ്ട്. നമ്മൾ പഞ്ചാബിൽ കണ്ടു, മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടു. പക്ഷേ ഈ പറയുന്ന ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPIയോടും CPMനോടും കോൺഗ്രസിന് ചോദിക്കാനുള്ളത്, ഈ യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു നേതാവ് കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ ഞാനത് ചോദിക്കാത്തതിൻ്റെ കാരണം, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത് ഇവിടെ CPMും അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ, UDFും LDFും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇവിടെ BJPയെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയുമില്ല. ഇവിടെ BJPക്ക് അത്തരത്തിൽ യാതൊരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ, ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട്, ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 20 നിയോജക മണ്ഡലങ്ങളിലും എന്തിനാണ് കോൺഗ്രസും CPMും തമ്മിൽ മത്സരിച്ചത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയല്ലേ? അത്തരത്തിലൊരു ചോദ്യം ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിലെ മുഖമാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് പ്രചരണം നടത്തിയതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് വർഗീയ ഫാസിസ്റ്റ് പോരാട്ടത്തിനെതിരെയല്ലോ. കൂടെ മത്സരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ, ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ CPIയുടെ ദേശീയ നേതാവിനോടോ അല്ലെങ്കിൽ പ്രാദേശിക നേതാവിനോടോ ആണ്. അതെന്ത് സന്ദേശമാണ് നൽകുക? അല്ല, അതിപ്പോ BJPയെ സംബന്ധിച്ച് വളരെ അശക്തമാണ് കേരളത്തിൽ എങ്കിൽ കൂടി BJPയും ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് നമുക്ക് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു കാലഘട്ടം മുതൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവർ വന്ന കാലം മുതൽ തന്നെ സംഘടനാ തലത്തിലാണ് നിന്നിട്ടുള്ളത്. അവർ ഒരു പാർലമെന്ററി തലത്തിൽ വരുന്നതിനോ മത്സരിക്കുന്നതിനോ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് മത്സരിക്കണമായിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാമായിരുന്നു. 2004 തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായി പ്രവേശിക്കുന്നത് മുതൽ ഇങ്ങോട്ട് സംഘടനാ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിക്കരുത് എന്നല്ല. പക്ഷേ എന്തുകൊണ്ട് വയനാട്? അതാണ് ചോദ്യം. പറയാം, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ സംഘടനാ തലത്തിൽ മാത്രം നിന്ന് പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിന് ശക്തമായ നേതൃത്വം കൊടുത്ത, അതിലൊക്കെ ഉപരിയായിട്ട് രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നിലയുറപ്പിച്ചപ്പോൾ അവരുടെ രാഷ്ട്രീയം ഈ രാജ്യത്തിന് ഒരു അപകടമാണ് എന്ന് തോന്നിയ ഘട്ടത്തിൽ ഈ രാജ്യത്തോടൊപ്പം നിന്ന്, കോൺഗ്രസിനോടൊപ്പം നിന്ന് പോരാടിയ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ അവരുടെ നേതൃത്വം എന്ന് പറയുന്നത്, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്, അവരുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്ത് BJPയെ സംബന്ധിച്ച്, BJP നേതാക്കന്മാരെ സംബന്ധിച്ച് അവരെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് വന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തുണ്ടായിരുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം വയനാട് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏറ്റവും അധികം ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹം ഈ രാജ്യത്ത് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തിയോട് പോരാടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വാരിപ്പുണർന്ന മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. ആ സ്നേഹം അദ്ദേഹത്തിന് എല്ലാ കാലത്തും, അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് വയനാട് എന്ന് പറയുന്നതിനോടുള്ള ആ വലിയ സെന്റിമെന്റ്സ് എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന് വയനാട് വിട്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വയനാട് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് വന്ന സാഹചര്യങ്ങൾ, പിന്നീട് സംഘടനാപരമായി വന്ന ചർച്ചകൾ, അതിലൊക്കെ ഒരു മണ്ഡലത്തിൽ കൂടി രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന പാർട്ടിയുടെ നേതൃത്വം, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ പറയുമ്പോൾ മത്സരിക്കുമെന്നത് മറച്ചുവെച്ചു എന്നുള്ളത് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കട്ടെ. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആത്മബന്ധമുള്ള വയനാടിനെ അല്ല അരുൺകുമാർ, മറച്ചുവെക്കുകയാണ്. പലതവണ നിങ്ങളടക്കമുള്ള നേതാക്കളോട് ചോദിച്ചിട്ടും റായ്ബറേലിയുടെ കാര്യത്തിൽ തീരുമാനമാവുന്നില്ല. ഒടുവിൽ വയനാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വോട്ടെടുപ്പ് കഴിയുന്ന തീരുമാനിക്കുന്നത്. അല്ല, അമേഠിയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നോ?
അല്ല, ഞാൻ ചോദിക്കുന്നത് മറ്റ് നമ്മുടെ ഈ കേരളത്തിൽ പിന്നീടുള്ള ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വയനാട് വിടാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യ ഹൃദയഭൂമിയിൽ മത്സരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവിടെ മത്സരിക്കുമ്പോൾ ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രതിഭാസമൊന്നുമല്ലല്ലോ ബിജെപിക്ക് എന്ത് മത്സരിച്ചിട്ടുണ്ട്. ഈവൻ നരേന്ദ്രമോദി 2 മണ്ഡലങ്ങളിൽ വാരണാസിയിലും വഡോദരയിലും മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്. പക്ഷേ വിട്ടൊഴിയുമ്പോൾ പറയാനൊരു ന്യായം വേണം. എന്താണ് വയനാട് എത്തുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്? രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇതേ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വയനാടിനെ ഏൽപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചു പറയുന്നു, ഇതാ പ്രിയങ്ക ഗാന്ധി ഏൽപ്പിക്കുകയാണ് വയനാട്ടിലേക്കുള്ളത്. ഇങ്ങനെ കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളെ മാറി മാറി ഏൽപ്പിക്കാൻ ഈ വയനാട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു അസ്തിത്വമില്ലേ? അവിടുത്തെ വോട്ടർമാർക്ക് ഒരു അസ്തിത്വമില്ലേ? ദീപ്തി മേരി വർഗീസ്. അല്ല അരുൺകുമാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രാജഭരണമൊന്നും അല്ലല്ലോ, ജനാധിപത്യമല്ലേ? അവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയല്ലേ? അല്ലാതെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി മറ്റേ കിരീടാവകാശിയെ പോലെ അവരോധിക്കുകയല്ലോ ചെയ്യുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ നോക്കൂ, രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ. ശരി, സമ്മതിച്ചു. ഞാനൊന്ന് മടങ്ങി വരാം അങ്ങയിലേക്ക്. CPM പ്രതിനിധി നമുക്കൊപ്പമുണ്ട്, സി കെ ശശീന്ദ്രൻ. ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ വിമർശനം സി കെ ശശീന്ദ്രൻ. നോക്കൂ, എന്താണ് ഈ സഖ്യകക്ഷികളോട് മത്സരിക്കുന്നതിൽ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതല്ലേ, ഇന്ത്യ മുന്നണി ഇവിടെ ഒരു സഖ്യകക്ഷിയായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യം അപ്രധാനമാണ്. മാത്രവുമല്ല, പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കൂടി ആഗ്രഹമല്ലേ സി കെ ശശീന്ദ്രൻ? വയനാട്ടിൽ 2019 തെരഞ്ഞെടുപ്പിൽ അമേത്തിയിലും വയനാടും മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അമേത്തിയിൽ പരാജയപ്പെടുകയും വയനാട്ടിൽ വിജയിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് 2019 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ദേശീയ അടിസ്ഥാനത്തിൽ BJPയെ പരാജയപ്പെടുത്തേണ്ടുന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണി, ഇന്ത്യ എന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. അതിൽ കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷ പാർട്ടികളുണ്ട്, നിരവധി പാർട്ടികളുണ്ട്. ആ സഖ്യമുണ്ടാക്കിയെന്ന് BJPയെ പരാജയപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ്. അത്തരമൊരു ആശയം രൂപപ്പെട്ടപ്പോൾ തന്നെ അതാ സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും എന്നു വ്യക്തമാക്കിയപ്പോൾ തന്നെ ദേശീയ നേതാവ് എന്ന നിലക്ക് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് മത്സരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അതിനൊന്നുമല്ല ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ ചോദ്യം രാഷ്ട്രീയമായിട്ടാണ്. നിയമപരമായിട്ട് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കാം, നിയമപരമായിട്ട് എവിടെ വേണമെങ്കിലും മത്സരിക്കാം, ഇന്ത്യയിലെ ഒരു പൗരന് ഏത് മണ്ഡലത്തിലും വേണമെങ്കിലും മത്സരിക്കാം. അതിനെയൊന്നും അല്ല ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം BJPയെ പരാജയപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുക. ആ സന്ദേശത്തിന് തീരുമാനമെടുത്ത നേതാവ് തന്നെ ആ സന്ദേശത്തിന് ഘടകവിരുദ്ധമായ സമീപനത്തിലൂടെ ആ മുന്നണിയുടെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നതിനല്ല ഞങ്ങൾ എതിർക്കുന്നത്. അതും കേരളത്തിലെ LDF UDF തന്നെയാണ് പ്രധാന പോരാട്ടം. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി MP തുടർച്ചയായ നിലക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറായി. അന്ന് വയനാട്ടിലെ വോട്ടർമാരോട് ഞങ്ങൾ ആവർത്തിച്ച് പത്രസമ്മേളനം നടത്തി ചോദിച്ചതാണ്, രാഹുൽ ഗാന്ധി അമേത്തിയിലോ റോയ്ബറയിലോ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കണം. അവർ അർത്ഥഗർഭമായ മൗനം പൂണ്ടു, നിശബ്ദത പാലിച്ചു. വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ന്യായം പറയാം, അതിനുശേഷമാണ് റായ്ബറേലിയിലുള്ള തെരഞ്ഞെടുപ്പ് എന്നൊക്കെ. പക്ഷേ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് അതല്ല. ഒരു ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടല്ല, ഒരു ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടല്ല. ആ മറച്ചുവെച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു ധാർമ്മികമായിട്ട് യോജിക്കാത്ത. പക്ഷേ അതിന് IC ബാലകൃഷ്ണൻ മറുപടി നൽകിയിട്ടുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വരുമ്പോഴാണ് മോദി അവിടെ അറ്റാക്ക് ശക്തമാക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കാൻ ഭയമാണ്, ഡരോമത് കേട്ടില്ലേ? അപ്പോൾ ഭയക്കാതെ പോയ രാഹുൽ ഗാന്ധി എന്നാൽ റായ്ബറേലിയിൽ പോയി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആ കരുത്തിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അല്ല, റായ്ബറേലിയിൽ മത്സരിച്ചത് കോൺഗ്രസിന്റെ കരുത്ത് കൊണ്ട് മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്ന ആശയം ശക്തിപ്പെട്ടതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം അമേത്തിയിൽ രാഹുൽ ഗാന്ധി തോക്കാൻ കാരണം എന്തായിരുന്നു? അന്ന് SP യുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നില്ല, സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നില്ല.
ഉത്തർപ്രദേശിലുണ്ടായ മുന്നേറ്റത്തെ കോൺഗ്രസിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാര്യത്തിൽ 2019 സമാജ്വാദി പാർട്ടിയും BSPയും അമേഠിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. അന്ന് പൂർണ്ണ പിന്തുണ രാഹുൽ ഗാന്ധിക്കായിരുന്നു. പക്ഷേ അന്ന് മോദി തരംഗമായിരുന്നു, ദേശീയതയുടെ അതിതീവ്രത ദേശീയതയുടെ തരംഗമായിരുന്നു. എന്റെ ചോദ്യം ഇതാണ് സ്ട്രെയിറ്റ് ആയിട്ട്, എന്താണ് ഇടതുപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ വൈഷമ്യം? കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നത് ഒരർത്ഥത്തിൽ വിശാലമായ ദേശീയ തലത്തിൽ അത് ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പിന് കൂടുതൽ ശക്തിയല്ലേ പകരുക? അവിടെ രാഹുലും പ്രിയങ്കയും, ഒരുപക്ഷെ രാഹുലിനേക്കാൾ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന പ്രിയങ്ക നരേന്ദ്രമോദി എതിരിടുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ സന്തോഷമല്ലേ നൽകേണ്ടത്? ആത്മവിശ്വാസം കൂടില്ലേ? അതല്ല, പ്രിയങ്ക ഗാന്ധി എന്ന വ്യക്തിയെക്കുറിച്ചല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധി എന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന് ആരെയാ നിശ്ചയിക്കാനുള്ള അവകാശമൊക്കെ അവർക്കാണുള്ളത്. അതിൽ ഞങ്ങൾ ഇടപെടുന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യവുമില്ല. പക്ഷേ രാജ്യത്തിന് നൽകുന്ന BJPക്കെതിരായുള്ള പോരാട്ടത്തിൽ യോജിച്ചു നിൽക്കണം എന്ന് പറയുന്ന സന്ദേശത്തിന് അതിന്റെ നേതാവ് തന്നെ അതിന്റെ ഘടകകക്ഷിയുടെ കൂടെ എതിരായിട്ട് മത്സരിക്കുക മാത്രമല്ല, രാജ്യസഭയിൽ നിങ്ങൾ കരുതുന്നത് വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നതാണോ നിങ്ങളുടെ ആവശ്യം? അവിടെ CPIക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതെ CPIക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നതല്ലല്ലോ നിങ്ങളുടെ ന്യായം. അപ്പോൾ പിന്നെ കോൺഗ്രസ് പ്രാദേശിക തലത്തിലുള്ള ഒരു നേതാവിനെ നിർത്തിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നതാണെങ്കിൽ ആ ന്യായം എവിടെയും നിൽക്കില്ല. കാര്യം കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം. അത് പ്രിയങ്ക ഗാന്ധി വേണോ നൗഷാദ് അലി വേണോ എന്ന് തീരുമാനിക്കാം. അല്ലല്ല, കേരളത്തിൽ LDF UDFും തമ്മിൽ മത്സരം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നേരത്തെ കോൺഗ്രസിന്റെ വക്താവും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം ഉണ്ടാവുന്നത്. BJP കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഇപ്രാവശ്യം ഒരു സീറ്റ് ചില പ്രത്യേക കാരണങ്ങളാൽ ജയിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കോൺഗ്രസിന്റെ വോട്ട് നല്ലപോലെ ഷിഫ്റ്റ് ചെയ്ത് BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ മുൻ അനുഭവം വെച്ച് നേരത്തെ PC തോമസ് ജയിച്ചിരുന്നു, ആ അക്കൗണ്ട് ഇല്ലാതാക്കി. നേമത്ത് ജയിച്ചിരുന്നു, ഇപ്പോഴേ MLA മാരില്ല. അതുപോലെ ഇതും അത്ര ശക്തമായിട്ട് ഭാവിയിൽ തുടരാനുള്ള സാധ്യതയല്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതവിടെ നിൽക്കട്ടെ, അത് വേറെ രാഷ്ട്രീയം, അതിലേക്ക് അതല്ല ഞാൻ പറയുന്നത്. ഇവിടെ ആര് മത്സരിക്കേണ്ട, കോൺഗ്രസ് മത്സരിക്കേണ്ടെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ. കാരണം കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. ആ LDF UDF നിലപാടാണെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും സാർ. അല്ല, അവർ ധാർമ്മികമായിട്ട് തീരുമാനിക്കുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾ ശക്തമായ മത്സരത്തിന് തയ്യാറാണ്. വേറൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ശക്തമായ മത്സരത്തിന് തയ്യാറാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2019 5% വോട്ട് വോട്ട് രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഭൂരിപക്ഷം 3.5 ലക്ഷത്തിനും അപ്പുറമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകൾ കുറയുമ്പോൾ നമ്മളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞത് കേവലം 67,000 വോട്ടുകൾ മാത്രമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്താം. അതിൽ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടോ എന്നത് കോൺഗ്രസ് പരിശോധിക്കണം എന്നുള്ളതാണ്. പക്ഷേ എനിക്കത് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്ത് ധാർമ്മികതയെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാം എന്നതാണ് നിലപാടെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. പ്രിയങ്ക ഗാന്ധി ഒരു മോശം കാൻഡിഡേറ്റ് ആണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഞാൻ സ്ഥാനാർത്ഥിയുടെ മോശത്തെ കുറിച്ചൊന്നുമല്ല പറഞ്ഞത്. രാഷ്ട്രീയമായി ഒരുമിച്ച് ഒരു ദേശീയ അടിസ്ഥാനത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ദേശീയ നേതാക്കൾ വന്ന് മത്സരിക്കുന്നത് ശരിയാണോ തെറ്റാണെന്ന് അവരാലോചിക്കേണ്ടതാണ്. മത്സരം ഇവിടെ നടക്കും. ഞങ്ങൾ ചർച്ചയിൽ എതിരഭിപ്രായം പറഞ്ഞാൽ അനുകൂല അഭിപ്രായം പറഞ്ഞാലും മത്സരം ഇവിടെ നടക്കും. ആ മത്സരത്തിൽ LDF UDF എന്ന നിലക്ക് തന്നെ പ്രധാന മത്സരം വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നുള്ള കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ നേതാവ് വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നതിനോടാണ് ഇടതുപക്ഷത്തിന്റെ വിയോജിപ്പുള്ളത്. ഏറ്റവും ലളിതമായി നമ്മളത് ചുരുക്കിയെടുത്താൽ ഒരു ദേശീയ നേതാവ്, കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷി കൂടി മത്സരിക്കുന്ന വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിലാണ് ഇടതു മുന്നണിയുടെ എതിർപ്പ്. അങ്ങനെയല്ലേ? ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ലാണ്ട് കോൺഗ്രസ് മത്സരിക്കേണ്ട പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും കോൺഗ്രസ് മത്സരിക്കേണ്ടതല്ല എന്റെ അർത്ഥം. എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ദീപ്തി വർഗീസ് കോൺഗ്രസ് പ്രതിനിധി, CK ശശീന്ദ്രൻ CPM പ്രതിനിധി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് TP സിന്ധുമോളാണ് നമ്മുടെ ഒപ്പം ചർച്ചയിൽ. അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, ഇന്നിപ്പോൾ
കോൺഗ്രസ് കമ്പനി എന്നാണ് നിങ്ങളുടെ BJP ദേശീയ സ്പോക്ക് പേഴ്സൺ ഈ വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന തീരുമാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അടിച്ചു കയറി വാ അളിയ എന്ന രീതിയിൽ ഒരു പരിഹാസ ട്രോൾ കൂടിയുണ്ട്. ഭദ്ര കൂടി ഇനി പാലക്കാട് മത്സരിച്ചാൽ പൂർണ്ണമായി എന്നാണ്. ഈ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇപ്പോഴും BJPക്ക് എങ്ങനെ സാധിക്കുന്നു? TP സിന്ധുമോൾ, നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ് എടുത്തു നോക്കിയാൽ 20 കേന്ദ്രമന്ത്രിമാരും ഈ കുടുംബ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതുപോലെ സർക്കാർ പരിവാർ. അത് വിട്ടുപിടിക്കാൻ സമയമായില്ലേ TP സിന്ധുമോൾ? അരുൺ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ദീപ്തി ഇവിടെ BJPയെ കുറിച്ച് പരാമർശിച്ചു പോയ ഒരു 2-3 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ വരാം. ഒന്ന്, BJPക്ക് ഈ വയനാടിൻ്റെ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോകുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, ഈ വിഷയമൊക്കെ ബന്ധപ്പെട്ട് ഇടപെടാൻ യാതൊരു അർഹതയുമില്ല എന്ന് ദീപ്തി പറയുകയുണ്ടായി. ഞാനൊരു കാര്യം പറയട്ടെ. 2019 71,000 വോട്ടുണ്ടായിരുന്ന വയനാട് മണ്ഡലത്തിൽ ഇന്നത് 1,41,000 ഞങ്ങളുടെ വോട്ട് ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളത് ദീപ്തി മറന്നിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഒന്ന്. 2, BJPയെ ഇനി വില കുറച്ച് കാണാനായിട്ട് ദീപ്തി ശ്രമിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇതേ ചോദ്യം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഉൾപ്പെടെ ചോദിച്ചിരുന്നു. നിങ്ങളുടെ പിണങ്ങിപ്പോയ ശ്രീ V മുരളീധരൻ തിരിച്ചു വന്നോ ദീപ്തി? അവിടെ സുരേഷ് ഗോപി നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടും BJPയെ ഇനി ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് മനസ്സിലാകാത്തത്. 3, ഇവിടെ ചോദിച്ചു കുടുംബാധിപത്യത്തെ കുറിച്ച് അരുൺ ചോദിച്ചത് കൂടി ചേർത്ത് ഞാൻ പറയാം. രാജകൊട്ടാരത്തിൽ ജനിച്ച് സ്വർണ്ണത്തളികയിലുണ്ട്, പട്ടുമെത്തയിൽ ഉറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന പാരമ്പര്യത്തിലല്ല BJPയുടെ ഒരു MPമാരും ഇരിക്കുന്നത്. അത് മനസ്സിലാക്കുക. കുടുംബാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇത്രയും കാലം ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ കൊട്ടാരത്തിലല്ലേ ജനിച്ചത്? വായിൽ സ്വർണ്ണക്കരണ്ടി ഉണ്ടായിരുന്നില്ലേ TP സിന്ധുമോൾ? പക്ഷേ അവരൊക്കെ താഴെ തട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തി വന്നിരുന്നു. പ്രിയങ്ക TP സിന്ധുമോൾ, ജ്യോതിരാദിത്യ സിന്ധ്യക്ക് രാജകൊട്ടാരത്തിൽ ജനനവും ഈ വായിലെ വായിക്കരണ്ടിയും ഈ സ്വർണ്ണക്കരണ്ടിയും ബാധകമല്ലേ? ചിരാഗ് പാസ്വാന് ബാധകമല്ലേ? അദ്ദേഹം ഏത് തരത്തിലുള്ള പ്രവർത്തനം നടത്തി? റാംമോഹൻ നായിഡുവിന് ബാധകമല്ലേ? ഇന്ദ്രജിത്തിന് ബാധകമല്ലേ? കീർത്തി വർദ്ധമാൻ സിംഗിന് ബാധകമല്ലേ? അനുപ്രിയ പട്ടേലിന് ബാധകമല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിലൂടെ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ശ്രീ K കരുണാകരന്റെ മക്കൾ രാഷ്ട്രീയത്തിലുണ്ട്. അവരൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെറിയ നാളുകളിൽ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നവരാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെയുള്ള നേതാക്കന്മാരുണ്ട്. ഞാൻ പറയുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ കാര്യമാണ്. ഇവിടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒന്നിച്ചു പോരാടിയപ്പോഴാണ് പോരാടാനാണ് പ്രിയങ്ക ആഹ്വാനം ചെയ്തു വന്നതെന്ന് പറഞ്ഞല്ലോ. ഏത് വർഗീയ ഫാസിസ്റ്റ് ശക്തിയാ? ഇവിടെ ED എന്ന് പറയുന്ന, ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കും, ED എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തി, ദീപ്തി മേരി വർഗീസിന്റെ ഒരു കാഴ്ചപ്പാടിൽ ആ വർഗീയ ഫാസിസ്റ്റ് ശക്തി നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെയുള്ള കേസിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ സംരക്ഷകയായിട്ട് അവതരിക്കുന്നത് എന്നുള്ളത് ആർക്കാ അറിയാൻ വയ്യാത്തത്? അങ്ങനെയാണോ TP സിന്ധുമോൾ? 2004 സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജരായിട്ടല്ലേ ഈ പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ കാണുന്നത്? ED വരുന്നതിനും എത്രയോ മുൻപ് പീഡിപ്പിക്കപ്പെട്ടവരുടെ ഗൃഹങ്ങളിൽ സാധാരണക്കാരായ ആളുകൾക്കൊപ്പം ഇതേ പ്രിയങ്ക ഗാന്ധി സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടു. കർഷക സമരങ്ങളിൽ അവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടു. ഉന്നാവയിൽ നമ്മൾ കണ്ടു. അതൊക്കെ വിസ്മരിച്ചു പോയോ TP സിന്ധുമോൾ? സ്വന്തം അമ്മയുടെ ക്യാമ്പയിൻ അഡ്വൈസറായിട്ട്, സ്വന്തം കുടുംബത്തിന്റെ ക്യാമ്പയിൻ അഡ്വൈസറായിട്ട് അവർ വന്നിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കുടുംബാധിപത്യത്തിന്റെ ഒരു മാരകമായ വേർഷൻ, ആ വാക്ക് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കുടുംബാധിപത്യത്തിന്റെ മാരകമായ വേർഷൻ JP നദ്ദയുടെ അമ്മായിയമ്മയ്ക്ക് ഇല്ലാത്ത വേർഷൻ എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാവുക? എങ്ങനെയാണ് പീയൂഷ് ഗോയലിന്റെ അച്ഛനില്ലാത്ത ഒരു ബാധ്യത പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാവുക?
65 വർഷക്കാലമായിട്ട് ഒരു പാർട്ടിയെ ഉള്ളം കയ്യിൽ കൊണ്ടുപോയി നടക്കുന്ന സോണിയാഗാന്ധിയുടെ കുടുംബവും താങ്കൾ പരാമർശിക്കുന്ന JP നദ്ദയുടെയും പീയൂഷ് ഗോയലിന്റെയും ഒക്കെ കുടുംബവും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തന്നെ സമ്മതിച്ചു. ഈ ക്യാബിനറ്റിലുള്ള കുടുംബവാഴ്ചയുള്ള ഏതെങ്കിലും മന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ മുത്തശ്ശനോ ഈ പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നതിന്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും 20 ക്യാബിനറ്റ് മന്ത്രിമാരുടെ കുടുംബത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പറയാൻ കഴിയുമോ TP സിന്ധുമോൾക്ക്? പക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് പറയാനുണ്ട്. സ്വന്തം അച്ഛന്റെ, സ്വന്തം മുത്തശ്ശിയുടെ. അത് വാസ്തവമാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതെല്ലാം ഇത്തരം ഒരു കുടുംബാധിപത്യത്തിന് വളക്കൂറാകുന്ന തരത്തിൽ കോൺഗ്രസ് അതിനെ കാണുമ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ തവണ മത്സരിച്ച 20 MP-മാരായിട്ട് മത്സരിച്ച ഈ 20 കോൺഗ്രസ്സുകാരെ ഇവിടെ നിലവാരമുള്ളവരല്ലേ, മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ളവർ ഈ കേരളത്തിലുള്ളൂ എന്നാണോ ഇവർ പറയുന്നത്? 21-ാമതൊരാളില്ല ഇവിടെ. അതാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് എന്തിനായിരിക്കും? ഈ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ആർക്കും പകരക്കാരനായിട്ട് വന്നതല്ല, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് തന്നെ വന്നതാണ്. അദ്ദേഹം ഒരു കുടുംബ പാരമ്പര്യത്തിന്റെയും ഭാഗമായിട്ട് വന്നതല്ല. രാജീവ് ചന്ദ്രശേഖർ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? വി മുരളീധരൻ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ച രാജ്യസഭാ സീറ്റ് ഏതാണ്? ആ മണ്ഡലവും ഒക്കെ ആയിട്ട് ഇവർക്ക് എന്താ ബന്ധം? അവർ രണ്ടുപേരും മലയാളികൾ എന്നുള്ള രീതിയിൽ കേരളത്തിൽ മത്സരിക്കണമെന്ന് ഇവിടെ ദേശീയ നേതൃത്വത്തിന്റെ പക്ഷേ മുരളീധരൻ രാജ്യസഭാ അംഗമായത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ആ സംസ്ഥാനവുമായി മുരളീധരനുള്ള ആത്മബന്ധം എന്താണ്? വി മുരളീധരനെ രാജ്യസഭാ അംഗമാക്കി മാറ്റിയ സംസ്ഥാനവുമായിട്ടുള്ള ബന്ധം എന്താണ് സാർ? അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കി മാറ്റിയ സ്ഥലത്ത് അദ്ദേഹം അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ 6 വർഷക്കാലത്തിൽ വളരെ കൃത്യമായി ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലേക്ക് മത്സരിക്കാൻ എത്തിയത്. അരുൺ, അതുപോലെയാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എത്തുന്നത്, പ്രിയങ്ക ഗാന്ധി എത്തുന്നത്? ഇവിടെ അനിയൻ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കോൺഗ്രസിന് ഒരു കാരണവശാലും ഇതുവരെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാത്ത ഒരു മണ്ഡലത്തിൽ ഒന്നും അറിയാതെ വളരെ ലാഘവത്തോടെ വന്ന് മത്സരിക്കാൻ സാധിക്കുമെന്നുള്ള ധാരണ കൊണ്ട് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കൊടുത്ത മറുപടിക്ക് തിരിച്ചു മറുപടി കൊടുക്കാൻ 48 മണിക്കൂർ എടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മംഗല്യസൂത്രം പിന്നീട് ഒരിടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഉപയോഗിച്ച് കണ്ടില്ല. അതെ, മംഗല്യസൂത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ മംഗല്യസൂത്രം എന്നാണ് ആ ബൻസ്വാര പ്രസംഗത്തിന് പ്രിയങ്ക ഗാന്ധി നൽകിയ മറുപടി. അത് കേട്ടിട്ട് BJP നേതാക്കൾ 27 മണിക്കൂറേക്ക് ഫ്യൂസ് അടിച്ചു പോയി. എന്റെ അരുൺ, ഇതൊക്കെ ആരോട് പറയാനാ? ഇതൊക്കെ പറഞ്ഞു, ഇതെല്ലാം ചെയ്തു. ഇവിടുത്തെ ദീപ്തി മേരി പറഞ്ഞ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെയൊക്കെ കൂട്ടുപിടിച്ചു. എന്നിട്ടും BJP-യെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ സാധിച്ചു. അരുൺ, BJP അധികാരത്തിൽ നിന്നിറക്കാൻ എത്ര വലിയ കളികളാണ് ഇവിടെ കളിച്ചത്? നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇടപെടാനുള്ള സൗകര്യം പോലും നടത്തി കൊടുക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് കോൺഗ്രസുകാർ. അതുപോലെ ഒറ്റുകൊടുത്ത അവർ ഇവിടെ ഇതുപോലെ ഒരു ഇന്ത്യ സഖ്യം ആരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യം രൂപീകരിച്ച് BJP-യെ ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ഇല്ലാതായോ? കേരളത്തിൽ താമര വിരിഞ്ഞില്ലേ? ശരി, കേരളത്തിൽ താമര വിരികയല്ലേ? ശരി. അല്ല, അതൊന്നും അംഗീകരിക്കാതിരിക്കുന്നില്ല. 3.8% വളർച്ച BJP കേരളത്തിൽ നേടിയത് BJP-യുടെ നേട്ടം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള സിനിമാ താരത്തിന് കിട്ടിയ വോട്ട് മാത്രമായി ഞാൻ കണക്കാക്കുന്നതുമില്ല. TP സിന്ധുമോൾ മറുപടി പറയേണ്ടതിന് ദീപ്തി മേരി വർഗീസാണ്. ദീപ്തി മേരി വർഗീസ്, BJP-യുടെ വളർച്ചയെ നിങ്ങൾ എത്ര കാലം കണ്ണടച്ചിങ്ങനെ പറഞ്ഞോളൂ? ഒറ്റ മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണം. TP സിന്ധുമോൾ, ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് ഈ കോൺഗ്രസിന് ഈ കുടുംബത്തോട് ഇത്ര വലിയ സ്നേഹമാണെങ്കിൽ അത് KC വേണുഗോപാലിന്റെ സ്നേഹം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത്, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പാലക്കാട് റോബർട്ട് വാദ്രയെ മത്സരിപ്പിക്കണമെന്നാണ്. ഞാൻ പറയുന്നത് അതല്ല. ആലപ്പുഴയിൽ KC വേണുഗോപാൽ രാജിവെച്ചുകൊണ്ട് ആ ത്യാഗ മനോഭാവത്തിൽ നിന്നുകൊണ്ട് റോബർട്ട് വാദ്രയെ കൂടി ആലപ്പുഴയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവർ സംയോജ്യരായി തീരുമെന്നുള്ള ആ ഒരു ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. ദീപ്തി മേരി വർഗീസ് മറുപടി, BJP-യെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ? BJP വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഇരട്ടിയിലധികം വോട്ട് വയനാട്ടിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ടെന്നേ.
ഇവര് ഈ ഇത്രയും നേരം സിന്ധുമോൾ പറഞ്ഞ കാര്യത്തിൽ ഒറ്റ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം അരുൺകുമാർ ചോദിച്ചതും BJPയുടെ വളർച്ചയെക്കുറിച്ചാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ, നിങ്ങൾ മറന്നുപോകരുത്, ദേശീയ ഗവൺമെന്റിൽ ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതാക്കളെ ഉൾപ്പെടുത്തുവാനുള്ള മഹാഹൃദയ വിശാലത, ജനാധിപത്യ ബോധം കാണിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിന്റെ തലമുറക്കാരെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിന്ധുമോൾക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. BJP വളരുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. വളരെ ജനാധിപത്യ ബോധത്തോടെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടല്ലേ രാജ്യത്ത് ഇത്രയധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്? അല്ലെങ്കിൽ അധികാരം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്രയധികം കാലം അധികാരം കൈയാളിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു സ്വേച്ഛാധിപത്യ മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഏകാധിപത്യ മനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ നിങ്ങൾ വിദേശ കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടു. എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ബ്രിട്ടീഷുകാരുമായി കൂടെ നിന്ന് പ്രവർത്തിച്ച ആളുകൾ നിങ്ങളുടെ നേതാക്കന്മാരാണ്, സവർക്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം മറ്റു ചില കാര്യങ്ങൾ എനിക്കിവിടെ പ്രധാനമായി പറയാനുണ്ട്. അതുകൊണ്ട് ചരിത്രം മനസ്സിലാക്കിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതുപോലുള്ള ഡിബേറ്റസ് വന്നിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചും BJPയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചും അവർക്ക് റോബർട്ട് വധേരയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം, മത്സരിപ്പിക്കണം. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നിങ്ങൾ വായിൽ എന്താണ് റോബർട്ട് വദ്ര പറഞ്ഞിരിക്കുന്നത്? ഇന്നിപ്പോൾ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പോലും റോബർട്ട് വദ്ര പറഞ്ഞ വാചകം ഇതാണ്, കേൾക്കൂ. ഉചിതമായ സമയത്ത് പ്രിയങ്കയ്ക്ക് പിന്നാലെ ഞാനും പാർലമെന്റിലെത്തും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അടിമുടി നശിപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ ഈ റോബർട്ട് വദ്ര? ഈ വായിൽ ഞാൻ പറഞ്ഞ് തീർത്തോട്ടായിരുന്നു, അതിലേക്ക് ഞാൻ വരാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആളുകൾ എന്ന് ഈ സിന്ധുമോൾ ആരെയാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ രാജ്യത്തിന് വേണ്ടി സകലതും സമർപ്പിച്ച ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം എന്ന് പറയുന്നത്. നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ അരുൺകുമാർ ആ ലിസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവിടെ BJPയുടെ നേതാക്കന്മാർ വന്നതുപോലെയല്ല നെഹ്റുവിന്റെ കുടുംബാംഗങ്ങൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വന്നത്, ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് വന്നത്. അവര് ജനങ്ങളാണ് കൊണ്ടുവന്നത്. എന്താണ് നിങ്ങൾക്ക് സംശയമുള്ളത്? ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചതല്ലേ അവർ? ഈ രാജ്യത്തിന് വേണ്ടി സകല സ്വത്തുക്കളും കൊടുത്തതല്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മോട്ടിലാൽ നെഹ്റു ഒക്കെ ഈ രാജ്യത്തെ ഏറ്റവും അധികം സ്വത്തുക്കളുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവരുടെ കുടുംബം ഇപ്പൊ നിങ്ങൾ പോയി നോക്കണം, തീൻമൂർത്തി ഭവൻ ഡൽഹിയിലുണ്ട്. അതുപോലെ നിരവധി അവരുടെ കുടുംബ സ്വത്തുക്കൾ ഈ രാജ്യത്തിന് എഴുതി കൊടുത്തതാ. അത്തരത്തിൽ ഈ രാജ്യത്തിന് എഴുതി കൊടുത്ത ഒരു നേതാവിന്റെ പേര് BJPക്ക് പറയാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇവിടെ ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നു, ഇപ്പോൾ സിന്ധുമോൾ പറയുന്നു, ഈ ഇവിടെ മത്സരിക്കുന്നത് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇവിടെ സുരേന്ദ്രൻ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചതാണ്. കേരളത്തിൽ കോന്നിയിലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സുരേന്ദ്രൻ ഇപ്പോൾ പറയാനുള്ളത്? അദ്ദേഹം ഹെലികോപ്റ്ററിൽ ട്രാവൽ ചെയ്തു. പണ്ട് മറ്റേ കുഴൽപ്പണത്തിൽ പ്രതിപട്ടികയിൽ വന്ന ആളാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ഹെലികോപ്റ്ററിൽ ട്രാവൽ ചെയ്തത് എന്തിനായിരുന്നു എന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. ഇതൊക്കെ കണ്ടെത്താൻ കേരളത്തിൽ ഒരു ഗവൺമെന്റ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ഇനിയെങ്കിലും റോബർട്ട് വദ്രയെ കൂടി കൊണ്ടുവന്ന് ആലപ്പുഴയെ മത്സരിപ്പിക്കാൻ TP സിന്ധുമോൾ പറയുന്നു, K സുരേന്ദ്രൻ പറയുന്നു, പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പറയുന്നു. പുള്ളിയാണെങ്കിൽ ഇത് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ചർച്ച നടന്നു എന്ന് അറിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ റോബർട്ട് വദ്ര നേരത്തെ അമേഠി മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. താനും പാർലമെന്റിൽ എത്തുമെന്നതൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ് പാവം റോബർട്ട് വദ്ര. എത്തുമോ എന്നതാണ് സംശയം. അതുകൊണ്ട് BJPയുടെ സംശയം അസ്ഥാനത്തല്ല. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അല്ല അരുൺകുമാർ, ഇവിടെ BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അവരാകെ വിരളി പൂണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും കൂടി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നാലുള്ള സ്ഥിതി എന്താകും എന്നുള്ളതാണ്. ഇവരെങ്ങനെയാണ് ഈ വിജയ് ഇപ്പോഴുള്ള BJPയുടെ ഈ കക്ഷി നിലയെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിജയമായി കാണാൻ പറ്റുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ച 400-ലധികം സീറ്റ്, പിന്നെ പറഞ്ഞ 300-ലധികം സീറ്റ്, പിന്നെ പറഞ്ഞ 200-ലധികം സീറ്റ്, അങ്ങനെ പോയില്ലേ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഒരു മിനിറ്റ് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ തൃശ്ശൂരിലെ
ഒറ്റ കാര്യം ശ്രീ ശശീന്ദ്രൻ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. ഈ BJP പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ BJP പരാജയപ്പെടുത്തുന്നതിന് തന്നെയാണ് ഇന്ത്യ മുന്നണി ഉള്ളത്. പക്ഷെ അതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുക എന്നുള്ളതും കോൺഗ്രസിന്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലുള്ള ഏറ്റവും അധികം സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് രാഷ്ട്രീയ വഞ്ചനയാണോ ടാക്ടിക്സ് എന്നാണ് CK ശശീന്ദ്രൻ ചോദിച്ചത്. CPM എങ്ങനെയാണ് മത്സരിച്ചത് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇപ്പോഴും ശ്രീ ശശീന്ദ്രൻ പറയുന്നത് ഈ തൃശ്ശൂരിൽ സംഭവിച്ചത് BJPയിലേക്ക് കോൺഗ്രസിന്റെ വോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഇപ്പോഴും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാൻ CPM തയ്യാറായിട്ടില്ല. ഇവർ തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇവർ എന്താണ് ചെയ്യുന്നത്, ഈ സംസ്ഥാനത്ത് എന്താണ് ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള ആന്റി എൻകംബൻസിയാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായത്, അതിന്റെ ഇഫക്റ്റ് ആണ് ഉണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള വോട്ട് മുഴുവൻ CPMലേക്ക് പോയത്. ശരി. പക്ഷെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് റായ്ബറേലിയിലെ കാര്യം തുറന്നു പറഞ്ഞില്ല? അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്ന ഒരു ചോദ്യം. രണ്ടാമത്തത്, ദേശീയ തലത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവ് തന്നെ സഖ്യകക്ഷിയായി തീരുന്ന CPIക്കെതിരെ മത്സരിക്കാൻ വരുന്നത് എന്ത് സന്ദേശം നൽകുമെന്ന ചോദ്യം. ഇത് രണ്ടിനും വ്യക്തമായ ഉത്തരം ഇതുവരെയും നമുക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും വിശാലമായ ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആനി രാജയ്ക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുക? വർഗീയതയ്ക്കെതിരെ പോരാടുന്ന CPIക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് പറയാനുണ്ടാവുക? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജനവിളക്ക് ശേഷം തിരികെ വരാം. വയനാട്ടിൽ നിന്നും ചുരമിറങ്ങി രാഹുൽ ഗാന്ധി റായ്ബറേലിയുടെ കരം പിടിക്കുമ്പോൾ വയനാട്ടിലെ വോട്ടർമാരെയും ഇടതുപക്ഷത്തെയും രാഹുൽ വഞ്ചിച്ചു എന്നാണ് ചോദ്യം. CK ശശീന്ദ്രൻ നേരത്തെ ദീപ്തി മേരി വർഗീസ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു കോൺഗ്രസിന്റെ വോട്ട് മാത്രമാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്? നിങ്ങളുടെ അടിവേരിളകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു ചോദ്യം ദീപ്തി ചോദിക്കുന്നു. ഒപ്പം നോക്കൂ, 16 സംസ്ഥാനങ്ങളിൽ 108 റോഡ് ഷോകളാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും ശേഷം ഇന്ത്യ മുഴുവനായി നടന്ന് പ്രചരണം നടത്തിയ നേതാവിനെയാണ് വയനാടിന് കിട്ടാൻ പോകുന്നത്. ആ നേതാവ് വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം സന്തോഷിക്കുകയല്ലേ വേണ്ടത്? CK ശശീന്ദ്രൻ, ഈ ഇന്ത്യ മുന്നണി എന്ന ആശയത്തോട് അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ല കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. അതാണ് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് മത്സരിക്കാൻ പാടില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? LDF UDF തമ്മിലല്ലേ മത്സരം നടക്കുന്നത്? പിന്നെ വോട്ട് ഷെയർ എന്ന നിലയ്ക്ക് തൃശ്ശൂരിൽ അവരുടെ പ്രധാനൻ ആയിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം MP. ആ MP മുരളീധരന് നഷ്ടപ്പെട്ടത് വോട്ട് ഷെയർ നല്ലതുപോലെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടല്ലേ? ആ യാഥാർത്ഥ്യം ദീപ്തിക്ക് മനസ്സിലാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം LDFന്റെ വോട്ട് ഒട്ടും ചോർന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ഞങ്ങളോട് പരിശോധിക്കും. നല്ലപോലെ ഉണ്ട് ആരതാണ് വോട്ട് ഷെയർ കൂടുതൽ പോയത്. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ കാണേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എടുത്തുള്ള ഈ തീരുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി ഉയർന്നു വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ അമേത്തിയിൽ പരാജയപ്പെടുകയും വയനാട്ടിൽ ജയിക്കുകയും ചെയ്തതാണ്. ആ വയനാട്ടുകാരോടുള്ള വഞ്ചന എന്ന നിലക്കാണ് ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. നിയമപരമായിട്ട് മത്സരിക്കാനുള്ള അവകാശം ആര് സ്ഥാനാർത്ഥിയാണോ നിശ്ചയിക്കേണ്ട കാര്യമാണ്. വയനാട്ടിലെ ആളുകൾക്ക് രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിച്ചിരുന്നു. രണ്ടാമത് വരുമ്പോഴും രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് കൊണ്ടുവരുമെന്നൊന്നും കരുതിയിട്ടല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി എതിർക്കുന്ന നേതാവിന് വോട്ട് കൊടുക്കുന്നു. അത് ദേശീയ നയമാണ്, രാഷ്ട്രീയ നയമാണ് വോട്ടർമാരുടേത്. ആ രാഷ്ട്രീയ നയത്തോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നയാളാണ് പ്രിയങ്ക ഗാന്ധി. വോട്ടർമാരുടെ കാര്യമല്ല, വോട്ടർമാരോടുള്ള വഞ്ചന നിലക്കാണ് പറഞ്ഞത്. അതെങ്ങനെ വഞ്ചനയാവുന്നത്? ആ വോട്ടർ വോട്ടിട്ടത്, വയനാട്ടിലെ വോട്ടർ വോട്ടിട്ടത് നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ നേതാവാകാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാനാണ്. പ്രിയങ്ക ഗാന്ധി അതേ റോളിലാണ് എത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രിയങ്ക ഗാന്ധി എന്നുള്ള വ്യക്തിയോടല്ല ഇവിടെ വിഷയം. ആർക്കും മത്സരിക്കാം. പക്ഷേ രാഷ്ട്രീയ മുന്നണി എന്ന നിലയ്ക്ക് എല്ലാവരും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനത്തിന്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് പരാജയപ്പെടുന്നു. അവിടെയാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്പിരിറ്റ് എങ്ങനെയാണ് പരാജയപ്പെടുക? നോക്കൂ, ശരി, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെ സംസാരിച്ചു എന്നുള്ളത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് എനിക്ക്. കാരണം ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇവിടെ പറയാൻ പോകുന്നത് ആനി രാജയ്ക്കെതിരെയോ പിണറായി വിജയനെതിരെയോ അല്ല. ദേശീയ തലത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് വിജയിക്കണം എന്നതാണ് പറയാൻ പോകുന്നത്. അത് രാഷ്ട്രീയമായി ശരിയല്ലേ? ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ വിജയത്തിന് ചെറുതായിട്ട് പങ്കാണെങ്കിലും ഇടതുപക്ഷം വഹിച്ചിട്ടില്ലേ? ദേശീയ തലത്തിൽ ചെറുതായ പങ്കായിരിക്കാം. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തമിഴ്നാട്ടിൽ വിജയിപ്പിച്ചത് അതിൽ കോൺഗ്രസിന്റെയും DMKയുടെയും ഒക്കെ പങ്കുണ്ട്.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു MP ഞങ്ങൾക്ക് 2 MLA-മാരായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 MLA-മാർ കോൺഗ്രസിന്റെ MP-ക്ക് വേണ്ടി വോട്ട് ചെയ്തല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമാണ്. അത് ഇന്നും ഇന്നലെ വരുന്ന രാഷ്ട്രീയമല്ല. മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്കില്ലേ? BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള സംബന്ധിച്ചിടത്തോളം CK ശശീന്ദ്രൻ നോക്കൂ, പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ വരട്ടെ, പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ മികച്ച നേതാവാണ്, അവർ മത്സരിക്കട്ടെ, ഞങ്ങളും മത്സരിക്കും, അതൊരു സൗഹൃദ മത്സരമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ്, പക്ഷേ അപ്പോഴും കേരളത്തിൽ BJP-ക്ക് സ്കോപ്പ് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങളും മത്സരിക്കുന്നു എന്നൊരു നിലപാടെടുത്താൽ പോരെ? അതിന് രാഷ്ട്രീയ വഞ്ചന എന്ന് പറയുക, കോൺഗ്രസ് ഇടതുപക്ഷത്തെ വഞ്ചിച്ചു, വോട്ടർമാരെ വഞ്ചിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അവസാനം ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? അരുൺ, രാഷ്ട്രീയ വഞ്ചന എന്ന് ഞങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു ബോധപൂർവ്വം മറച്ചുവെച്ചു. അല്ലെങ്കിൽ ഇപ്രാവശ്യം തന്നെ ഉത്തരേന്ത്യയിൽ മത്സരിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നു. ജനങ്ങളുടെ മേൽ ഇത് വഞ്ചനയല്ല. പക്ഷേ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി വരുന്നതിനോടല്ല നിങ്ങളുടെ എതിർപ്പ്, മറച്ചുവെച്ചു എന്നുള്ളതാണ്. താങ്ക് യു CK ശശീന്ദ്രൻ. TP സിന്ധുമോൾ, നമുക്കിനി 2 മിനിറ്റ് മാത്രമേ സമയം ബാക്കിയുള്ളൂ. പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ദേശീയ നേതാവ്, നേരത്തെ ദീപ്തി ആനിരാജ കേരളത്തിൽ ഉയർന്നു നേതാവാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലല്ല, അത് പ്രാദേശികമായ ഭാഷാ വികാരമൊന്നും ഇതിന് തടസ്സമല്ലല്ലോ ലോക്സഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. TP സിന്ധുമോൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ദീപ്തി ചോദിച്ചു, അതിനോടുള്ള പ്രതികരണമാവാം. ഒപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കുടുംബവാഴ്ച എന്നൊക്കെ പറയുന്നതിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലേ? നിങ്ങൾ തന്നെ ദുർബലമാകുന്നു ആ വാദം വരുമ്പോൾ. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല കുടുംബവാഴ്ച എന്ന് പറയാൻ, അരുൺ, അത് തോന്നലാണ്. ഈ കുടുംബാധിപത്യത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് BJP ആണ്. BJP ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു കാര്യവും ഈ കോൺഗ്രസിന്റെ ഈ കുടുംബാധിപത്യം തന്നെയാണ്. അത് അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവരിത് തുടരുകയും ചെയ്യുന്നു. കോൺഗ്രസ് ഇത് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കാരണം പകരം വെക്കാനായിട്ട് മറ്റൊരു കുടുംബമോ അല്ലെങ്കിൽ പകരം വെക്കാൻ മറ്റൊരു നേതാവോ ഇല്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവാകാനായിട്ട് രാഹുൽ ഗാന്ധി സമ്മതം അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് ഇപ്പം നിങ്ങൾ മീഡിയ വഴി തന്നെ നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു മേഖലയായി കോൺഗ്രസ് പാളയം മാറിക്കഴിഞ്ഞിട്ട് കാലങ്ങളായി. അവിടെ ഞങ്ങൾ കുടുംബാധിപത്യം പറയുന്നത് ഇത്തരത്തിൽ ഈ കുടുംബത്തെ കാണിച്ചുകൊണ്ട് മാത്രം. ഇവിടെ ദീപ്തി പറയുമ്പോൾ നെഹ്റു കുടുംബം മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യം നേടുത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ ദീപ്തി, ജയപ്രകാശ് നാരായണനെ കുറിച്ച് പറഞ്ഞു, ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ച് പറഞ്ഞു, ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണത്തെ ഞാൻ ചോദിക്കട്ടെ, സംഘപരിവാറിനോ BJP-ക്കോ ഒരു രാഷ്ട്രീയ കുടുംബമുണ്ടോ? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അപ്പുറം കോളനി വാഴ്ചയ്ക്കെതിരെ പോരാടി ഒരു BJP കുടുംബത്തെ കാണിച്ചു തരാമോ, ഒരു സംഘപരിവാർ കുടുംബത്തെ കാണിച്ചു തരാമോ എന്നാണ് ദീപ്തി ചോദിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ കുടുംബമില്ലല്ലോ. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് സംഘ കുടുംബമാണ്. അതിലെല്ലാവരും ഉണ്ട്. ദീപ്തിക്ക് മനസ്സിലാകാത്ത വലിയ ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ BJP-ക്കാർ, അല്ലെങ്കിൽ ഞങ്ങൾ RSS-കാർ. അത് ദീപ്തിക്ക് ഒരു കാലത്തും മനസ്സിലാവില്ല, മനസ്സിലായി എന്ന് ഭാവിക്കില്ല. അതുകൊണ്ടാണ് 3ാം തവണയും ഐഡിയോളജിയാണ് ഈ രാജ്യം ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധുമോളും BJP-യുടെ നേതാക്കന്മാരും ഒരു മിനിറ്റ് പറയട്ടെ, എന്റെ സമയമാണ്, ഞാൻ പറയട്ടെ. ഈ ഐഡിയോളജിക്കെതിരെയാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യം മുഴുവൻ എതിരായി നിൽക്കുന്നത് നിങ്ങളുടെ ഈ വർഗീയ ഫാസിസ്റ്റ് ഐഡിയോളജിക്ക് എതിരായിട്ടാണ്. സിന്ധുമോൾ ഒരു കാര്യം ചെയ്യൂ, ഇപ്പൊ സുരേഷ് ഗോപിയെ കുറിച്ചൊന്നും ഇനിയും ചിന്തിക്കേണ്ട. അദ്ദേഹം ഒന്നും നിങ്ങളുടെ ഒന്നും പരിധിയിലല്ല. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു തലത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ നേതാക്കന്മാരെ അന്തംവിട്ടിരിക്കുക. അദ്ദേഹം എന്തൊക്കെയാ പറയുന്നതെന്ന് കേട്ട് ഇന്ദിരാഗാന്ധിയെ ഭാരത മാതാവെന്ന് വിശേഷിപ്പിച്ചു. നിങ്ങൾ പറ്റുമെങ്കിൽ ഇത്രയും കാലം വെല്ലുവിളിച്ച് നടന്ന നിങ്ങളുടെ ഒരു വനിതാ നേതാവുണ്ടല്ലോ സ്മൃതി ഇറാനി, അവരോട് വയനാട് വന്ന് മത്സരിക്കാൻ പറ, അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദിയോട് വയനാട് വന്ന് മത്സരിക്കാൻ പറ. പ്രിയങ്ക ഗാന്ധിയോട് നിങ്ങൾക്കുള്ള വൈരാഗ്യം എന്താണെന്നുള്ളത് ഈ രാജ്യത്തുള്ള രാഷ്ട്രീയം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. കാരണം എന്താണ്? ഈ രാജ്യത്ത് നരേന്ദ്രമോദിയോട് നരേന്ദ്രമോദി പറയുന്നത്. ഞാൻ പറഞ്ഞത് അരുൺ ഇത്രയേ ഉള്ളൂ. ഓരോ BJP-ക്കാരനും ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിക്കും ഞങ്ങൾക്ക് വ്യക്തിത്വമുണ്ട്. ഞങ്ങളുടെ വ്യക്തിത്വം ഞങ്ങൾ ഒരു കുടുംബത്തിന്റെ കൈകളിലേക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. ഒരു കുടുംബാധിപത്യത്തിന്റെ ചുവട്ടിലും ഞങ്ങളത്
പക്ഷേ സുരേഷ് ഗോപിക്ക് അങ്ങനെ അല്ലല്ലോ അഭിപ്രായമുള്ളത്. ടി.പി. സിന്ധുമോൾ ഭാരതമാതാവ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ മത്സരിക്കാൻ വരുമ്പോൾ ബി.ജെ.പി. നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഒരു സംശയം ഉണ്ടാവില്ലേ? ഈ സുരേഷ് ഗോപി പറഞ്ഞ ഭാരതമാതാവിന്റെ കൊച്ചുമകൾ മത്സരിക്കാൻ വരുമ്പോ ഒരു സംശയവുമില്ല. അത് കൃത്യമായ രാഷ്ട്രീയം പറയേണ്ടടുത്ത് പറയാൻ സുരേഷ് ഗോപിക്ക് അറിയാം. ആരും അദ്ദേഹത്തെ പഠിപ്പിക്കണ്ട, നമ്മൾ ആരും പഠിപ്പിക്കാൻ ചെല്ലണ്ട. അദ്ദേഹത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ തയ്യാറായത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല സിന്ധുമോൾ. കാരണം അമിത്ഷായോടും നേരിട്ട് നരേന്ദ്രമോദിയോടും ഹോട്ട്ലൈൻ ബന്ധമുള്ള സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു തലത്തിലാണ്. ബി.ജെ.പി. പറയുന്നതോ ഇവിടെ സുരേന്ദ്രൻ പറയുന്നതോ സിന്ധുമോൾ പറയുന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറല്ല. പ്രധാനപ്പെട്ട ചോദ്യം. ദീപ്തി മേരി വർഗീസ്, താങ്ക് യു. ദീപ്തി മേരി വർഗീസ്, സി കെ ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് ടി.പി. സിന്ധുമോൾ ചർച്ചയിൽ ചേർന്നതിന്. Debate with Arun Kumar.